ഞാനിപ്പോ നോക്കുമ്പോ എല്ലാവർക്കും ഫാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ മനം ഫുള്ള് നിഴലും ഫുള്ള് നനച്ചതാക്കിട്ട് എന്നാ പരിപാടി രാത്രി എന്നെ വഴുതി. ഇപ്പൊ ഞാൻ വഴുതി വീഴേണ്ടിയാന്നല്ല. ഒരു മോപ്പ് ഉണ്ടായിരുന്നു മറ്റിങ്ങനെ പിഴിയുന്നൊരു മോപ്പ്, അത് അപ്പൊ ഇതാകുമ്പോ അധികം പിഴിഞ്ഞിട്ട് വെള്ളം പോകില്ല. അപ്പൊ ഇപ്പൊ രാത്രി കുറച്ചൊരു സമയം കിട്ടീനെ. ഇങ്ങനെ ഡ്രൈ മോപ്പ് ഇടുവന്നല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ വെള്ളം ചൂട് സമയല്ലേ. പിന്നെ മേധുവിന് എക്സാം ആണ്. അപ്പൊ ഓളാടുന്ന് തകൃതിയായിട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിക്കാൻ കൊടുത്ത അത് കേട്ട് ഞാൻ എന്തെങ്കിലും ഹിന്ദി പരീക്ഷ ഉണ്ടല്ലേ, ഹിന്ദി എക്സാം ആണ്. അപ്പൊ ഓളെ പഠിപ്പിക്കാൻ ഇട്ടെടുത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോവാ. എന്നാ ആക്കിയത് ഇന്ന് വൈകുന്നേരം ഇപ്പൊ 9 മണിയായിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. ഒരു തൊടി കൂടെ വെച്ച് ഫാനിട്ട വേഗം ഉണങ്ങും. പിന്നെ ഇപ്പൊ സീനാണ്ട് ഏട്ടോ കൊണ്ടുവന്നു. അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഒരു മോഡീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനല്ല വെച്ചിരുന്നത്, അതൊന്നല്ല, നമ്മ രണ്ടുപേരും കൂടിയിട്ട് മുളകൊടിയും മഞ്ഞപ്പൊടിയും ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം കാട്ടലിലാക്കി വെച്ചിട്ടേ ഇല്ലത്. കട്ട് ചെയ്തു ശ്രീനാഥ് കുക്ക് ചെയ്തതിന്റെ എല്ലാ വിധവും അവിടെ കാണുന്നുണ്ട്. മൊത്തം അവിടെ കട്ടിപ്പോടൽ അവിടെ വെച്ചിട്ടാ പോയില്ല. ഇയാള് പോയി കുളിച്ചു വന്നിട്ട് അത് സത്യം. അത് വേണ്ട, ഇപ്പം വേണ്ട. ഏതായാലും നീ അതെല്ലാം ക്ലീൻ ആക്കി. ഇപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോവാം. ഈ മൈക്ക് പിടിച്ചോ നീ. വേണ്ടേ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അതെയാ, പറയാനല്ല എന്നാണ് കാണിച്ചത്. അത് ആഗസ്റ്റ് 15 കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മ എത്ര കൊടി വാങ്ങിനി? എത്ര കൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മ? ആഗസ്റ്റ് 15 നമ്മൾ കൊടി ഇത് ഈ പതാക വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ? ബാക്കി 2 എണ്ണം ഇവിടെ. നീ എടുത്തിട്ട് വാ, അച്ഛനടി ഉണ്ട്. ഒരാൾ ഇടുന്ന് പഠിക്കണം എന്നല്ല വ്യാജേന വേറെന്തോ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വന്നിട്ടേ ഇല്ലത്. ഉറക്കം കണ്ണിൽ തന്നെ വരില്ലേ. അത് അമ്മേനെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടിട്ട് ബുക്ക് കൈമിൽ വെച്ചിട്ടുണ്ട്. എന്റെ പഠിച്ചു കഴിഞ്ഞോ? ഇതേതാ വന്ദേ മാതരം എന്നാ പറയല്ലേ മേതൂട്ടി. എന്റെ പഠിച്ചു കഴിഞ്ഞോ? നീ നാളെ എക്സാം എന്നാ? മേതൂട്ടിക്ക് നാളെ എക്സാം ഉണ്ടേ. അങ്ങനെ അതെ അല്ലേ? മേതൂട്ടി അച്ഛൻ അല്ല ഏട്ടൻ എന്തെല്ലോ കാണിച്ചിരുന്നുണ്ട്. നിന്റെ ബുക്കെല്ലാം ആകാം കീറി പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ചെറിയൊരു ഡിസൈൻ ആക്കി വെച്ചതാ അല്ലേ അവള്? അമ്മാമ്മക്ക് ആകെ ഉറക്കം വന്നിട്ടായില്ല കേട്ടാ. അമ്മാമ ഉറക്കം തൂങ്ങിയിരിക്കുന്നതില്. അമ്മ കിടക്കാൻ സമയമില്ലല്ലേ മേ? അമ്മ ഭക്ഷണം കഴിക്കണം അത്ര കേട്ടാ. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടക്കാന്ന് പ്രിയ എല്ലാം ഫുള്ള് ഇവിടെ മോപ്പിട്ട് ക്ലീനിങ് പ്രോഗ്രാം ആക്കുന്നല്ലേ? ഓക്കെ, ഇതെന്നെ പണി. അതന്നെ ഞാൻ പറഞ്ഞു, വൈകുന്നേരം രാവിലെ ഒരിക്കൽ, ഉച്ച, വൈകുന്നേരം. ഇപ്പം വരുമ്പോ ഫുള്ള് നിലെല്ലാം ആകെ നനച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ചോദിച്ചു അത് കിച്ചണില്. അപ്പൊ പറയുന്നത് ക്ലീനിങ് ആണ്. ഏത് സമയം 3 ഓട്ടം 4 ഓട്ടം ക്ലീൻ ആക്കും. അല്ലമ്മേ, ഓക്കെ ഇതന്നെ പരിപാടി. ഞാൻ പല പ്രാവശ്യം കൊണ്ടോട്ട് പറയുന്നത് എനിക്കൊരു ഹൗസ് കീപ്പിംഗ് ആയിട്ട് തുടങ്ങിക്കൂടെ. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ അത് ക്ലീനിങ്. നീ എന്നിപ്പോ പരിപാടി മേതൂട്ടി? അങ്ങനെ പ്രിയന്റെ ക്ലീനിങ് തന്നെ കഴിഞ്ഞിട്ട് അതാ ചൂട് കൊണ്ട് എടുത്തിട്ട് എടുത്തേക്ക് പോകുന്നു. ചൂടുവെള്ളം എന്ന് ചൂടുവെള്ളം കൊണ്ട് ഒരാൾ കുളിക്കാൻ പോകുന്നുണ്ടാ. നീ അരക്കപ്പോളത്തിനെ വിളിക്കുന്നത്? ഇതാ ഇതെല്ലാം ആവുമ്പോ ഏത് ഉപ്പായ അത് തിരിച്ചിട്ടെ അതൊന്നല്ല, ഇങ്ങനെ തന്നെയാണല്ല രസം തോന്നുന്നല്ല അല്ലേ? നാളെ മണിക്കൂട്ടൻ കിടന്നുറങ്ങിയിട്ടാ. ഇതാ
മണി പ്രിയേ ഇതാ നീ എല്ലാം കുളിച്ച് വരുമ്പോഴേക്ക് ഇതാ മണിക്കൂട്ടിന് ഇവിടെ കിടന്നുറങ്ങി. ആ സമയത്ത് ഇതാ കുളിച്ചിറങ്ങി. അപ്പോഴേക്ക് ഇതാ മണി ഇവിടെ ഇപ്പം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാറാ ഇതാ നല്ല ഇടക്കറി മണിക്കൂട്ട ചോറ് വെച്ചിട്ട് കിടന്നു. നല്ല രസമുണ്ട്. ചോറ് വെച്ചിട്ട് കിടന്നു. മുഖം കിടന്നു കുറച്ച് ഉറങ്ങിപ്പോയി മണിക്കൂട്ട മുഖം കിടക്കുന്നു. ഓള് ഓനാ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഓള് കരിയുന്നു. കുഞ്ഞി മാവേനെ പോലെ സിനോട് ചോറ് കഴിക്കാന്നാല് മണിക്കൂട്ടിന് ഒന്നും നോക്കില്ല, ഡയറക്റ്റ് വന്നു. ഡയറക്റ്റ് വന്ന് സാധനം മണിക്കൂട്ടിനെ സമയത്ത് ആകെ ഉറക്കം വന്നിട്ടില്ലത്. അതുകൊണ്ട് ആദ്യം മണിക്കൂറിന് കൊടുക്കാം. മണിക്കൂറിന് നല്ല ഉറക്കം. നല്ല ഏട്ടക്കറി ഉണ്ട്. അതുപോലെ ഇത് ഉച്ചക്ക് വെച്ചതാണ് കേട്ടാ. ബീട്രൂട്ട് വറവ് രാവിലെ വെച്ചത്. അതുപോലെ മമ്പയർ കറി ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? മേതൂട്ടിക്ക് വേണ്ടല്ലോ. മേതൂട്ടി എന്താ ഉറങ്ങാത്തതെന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ മണിക്കൂട്ടി ഇങ്ങനെ ഉറക്കം വരുന്നപ്പോ മേതൂട്ടിക്ക് എന്താ ഉറക്കം വരാത്തെന്ന് പറയാ. മേതൂട്ടി സ്കൂളിൽ നിന്ന് വന്നപാട് ഉറങ്ങിയിട്ട് പിന്നെതാ ഒരു 2-3 മണിക്കൂർ മുന്നേ എണീച്ചതല്ലേ പ്രിയ? എത്ര സമയം? ഓളൊരു 8-8:30 വരെ ഉറങ്ങി തോന്നുന്നു. 4 മണിക്ക് സ്കൂളും വിട്ട് വന്നിട്ട് 8:30 ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് ഇപ്പൊ എണീച്ചു കുളിച്ചു. ഓക്കെ ഇനി ഉറക്കയില്ല. ഇനിയിപ്പൊ ഇവള് ഉറങ്ങൂല. 10-12 മണി വരെ കിടന്ന് ഉറങ്ങൂല. അതെ എന്താണ് പറ. എന്നോട് കാര്യമില്ലെന്ന് ഞാൻ വണ്ടിയില് കളിക്കാൻ പോയി. നമുക്ക് വരുമ്പോണ്ട് അമ്മാമ കല്യാണത്തിന് പോയപ്പോ അമ്മാമനെ കാണാണ്ട് രാത്രി അമ്മാമനെ കൊണ്ടാക്കി. ഇവള് കല്യാണത്തിന് പോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മാമേന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി. എന്നിട്ട് വന്നു കഴിഞ്ഞ് രാത്രി ആവുമ്പോ മേതൂട്ടി ഒരേ കരച്ചിലുണ്ട്. നരിക്കോട് പോയി അടുത്ത് വിയോമിന്റെ കൂടെ കളിക്കുന്നവരെ ഒരു പ്രശ്നമില്ല. ഓക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോ പ്രശ്നം, വീട്ടിലേക്ക് വരുമ്പോ ഓക്ക് പ്രശ്നം തന്നെ. അതാണ് പ്രശ്നം അല്ലേ? തിന്നേ എങ്ങനെയുണ്ട് ഏട്ടക്കറി? ഏട്ടക്കറി എങ്ങനെയുണ്ട്? ഇത് വെള്ളം കുടിക്കുന്നില്ല നോക്കണം. മേതൂട്ടി കറി സ്നാക്സ് കൊണ്ട് പോന്നെയാ? കറി കൊണ്ട് പോന്നല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് പ്രിയ ഏട്ടക്കറി? എങ്ങനെയുണ്ട്? അത് ഞാൻ എന്റെ മോനോട് ചോദിച്ചോളൂ. മോനെ എങ്ങനെയുണ്ട് ഏട്ടക്കറി? അതെയാ, ഉറക്കത്തിന്റെ പറയുന്നതല്ല. അമ്മക്ക് ഏട്ടക്കറി ഇഷ്ടമല്ല കേട്ടാ. അമ്മ ഏട്ടക്കറി ഒന്നും കഴിക്കുന്നില്ല. അതെയാ, മോശമില്ലാന്ന് പറഞ്ഞേ. എന്നതാണ് അതെ ഇവിടെ എന്നോട്ട് തിന്നാനും വിടൂല. അപ്പൊ നമ്മൾ ഏതായാലും ഭക്ഷണം കഴിക്കാതെ കഴിച്ചിട്ട് അതെ എന്റെ ഭക്ഷണം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഈ ക്യാമറയും പിടിച്ച് ഇവരെ ബേക്കറി നടക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഉറപ്പില്ലാതെ തന്നെ പറഞ്ഞു ബൈ ബൈ പറയാൻ വേണ്ടി കാത്തു പോയിന്ന്. ഓക്കെ ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.